ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമൃതാം ധർമ്മസമൂഢഛേദക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 12-ാം അധ്യായം ഭക്തിയോഗത്തില് 2-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം വ്യക്തോപാസന എന്താണെന്നും അവ്യക്തോപാസന എന്താണെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അർജുനന്റെ സംശയം വ്യക്തോപാസനയാണോ ശ്രേഷ്ഠം അതെയോ അവ്യക്തോപാസനയാണോ ശ്രേഷ്ഠം, ഉത്തമ ഭക്തി മാർഗം ഏതാണ്, അഥവാ സദ്ഗുണോപാസനയാണോ നിർഗുണോപാസനയാണോ ഏറ്റവും ശ്രേഷ്ഠം എന്ന് സുഗുണമായിട്ട് ഇരിക്കുന്ന ഈശ്വരോപാസന, നിർഗുണമായിരിക്കുന്ന ബ്രഹ്മോപാസന, ഇവയിൽ ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്നാണ് അർജുനന്റെ ചോദ്യത്തിന്റെ സാരം. ഇനി അതിന് ഉത്തരമായിട്ടാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ ഭക്തിയോഗം പറയുന്നത്. ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. ഇത് വ്യക്തിപരമായിട്ട് നമ്മൾ ഈ ഭക്തിയോഗത്തിലേക്ക് എത്തണം. ഈ ഭക്തിയോഗം യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് അനന്യഭക്തി, ഏകാന്ത ഭക്തിയിലേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗമാണ്. ഇതിൽ ഏത് മാർഗം സ്വീകരിക്കണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. ഉദ്ദേശ ലക്ഷ്യം എന്താ? യഥാർത്ഥ ഭക്തി ഉണ്ടാക്കണം. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ഗീതാശാസ്ത്രം തന്നെ ഇൻഡിവിജ്വലി അത് ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ മറ്റുള്ളവരെ നേരെയാക്കാനോ ഇല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം സ്വയം ഉദ്ധരിക്കുക എന്നുള്ളതാണ്. അത് സാധിക്കാത്തിടത്തോളം കാലം നമുക്ക് മറ്റൊരാളെ ഉദ്ധരിക്കാനോ മാർഗദർശനം നൽകാനോ സാധ്യമല്ലാതെ. അപ്പം അത് സാധിക്കണമെങ്കിൽ യഥാർത്ഥ ഭക്തിയോഗത്തെ അനുസരിക്കുക തന്നെ വേണം. അത് ഭഗവാൻ എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ശ്രീ ഭഗവാൻ വാച മയ്യാവേശ്യ മനോയേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാഹ തേ മേ യുക്തതമാമതഃ. ഭഗവാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മന മയി ആവേശ്യ നിത്യയുക്തഃ, മനസ്സിനെ എന്നിൽ പ്രവേശിപ്പിച്ച് എപ്പോഴും എന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി, പരയാ ശ്രദ്ധയാ ഉപേതാഹ, പരമമായ ശ്രദ്ധയോടു കൂടിയവരായിട്ട്, ഏ മാം ഉപാസതേ, യാതൊരുവൻ എന്നെ ഉപാസിക്കുന്നുവോ, തേ യുക്തതമ, യേ യുക്തതമഃ മേ മതാഹ, യാതൊരുവൻ എന്നെ ഉപാസിക്കുന്നുവോ അവർ ഉത്തമയോഗികൾ എന്നത്രേ എന്റെ നിശ്ചയം. മനസ്സിനെ എന്നിൽ തന്നെ പ്രവേശിപ്പിച്ച് സദാ എന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി അത്യന്തം ശ്രദ്ധയോടെ ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവരാണ് ഉത്തമയോഗികൾ എന്നത്രേ എന്റെ നിശ്ചിതമായ അഭിപ്രായം. ഈ അഭിപ്രായത്തെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഭഗവാന്റെ അഭിപ്രായം എന്താണോ അതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ധാരമുറിയാതെ ഒഴുകുന്ന പോലെ, എണ്ണ പോലെ ദീർഘകാലം ഉപാസ്യ വസ്തുവിനെ ഇടവിടാതെ ധ്യാനിക്കുന്നതാണ് ഉപാസനം എന്ന് ശങ്കരാചാര്യർ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. ഉപാസകനായ യഥാർത്ഥ ഭക്തന്റെ ചിത്രം ഈ ശ്ലോകം വരച്ചു കാട്ടുകയും ചെയ്യുന്നു. അതായത് അചഞ്ചലമായ ഭക്തി, അതാണ് മനസ്സിനെ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് വേണം ഏതൊരു കർമ്മം ചെയ്യുമ്പോൾ. അത് നിങ്ങൾ എവിടെ പോയിട്ട് പ്രവർത്തിച്ചാലും വേണ്ടില്ല, ഈ ബോധം ഒന്ന് ഉറപ്പിക്കണം. ഭഗവാനിൽ അടിയുറച്ച ഭക്തിയോടുകൂടി വേണം ഏതൊരു വസ്തുവിനെ പറ്റി ഇല്ലെങ്കിൽ ഏതൊരു കാര്യം ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും. അതാണ് സദാ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നത്. അത്യന്ത ശ്രദ്ധയോടെ അതേപോലെ ജീവിച്ചാൽ രാഹിത്യത്തോടുകൂടി നമുക്ക് അതിനെ ഉപയോഗിക്കാൻ സാധിക്കണം. അവിടെയാണ് നമുക്ക് അനായാസനെ ജീവിക്കാൻ സാധിക്കും. താപത്രയങ്ങളിലും ബന്ധനത്രയങ്ങളും ഒരു കാരണവശാലും വിടാതെ
അത് സംസാര ബന്ധനമാക്കി മാറ്റാതെ, കർമ്മബന്ധനമില്ലാതെ, അനായാസേന സ്വയം ബുദ്ധിമുട്ടാതെ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെങ്കിൽ ഭഗവാനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തികളും സ്വരൂപിക്കുന്നത് അത് ഉത്തമ യോഗമാണെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അത് ചെയ്യുന്ന ആളെ ഉത്തമ യോഗി എന്നും ഉറപ്പിച്ചു പറയുന്നു. അതായത് അചഞ്ചല ഭക്തി ഉണ്ടാകണം എന്ന് ഉറപ്പിക്കണം. ഭാഗവതം തന്നെ അവസാനിക്കുന്നത്, ഈ കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ട് അവസാനം എന്താ പറഞ്ഞ് അവസാനിക്കുന്ന? ഭവേ ഭവ യഥാഭക്തിയും. യഥാർത്ഥ ഭക്തി, നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് പോലും യഥാർത്ഥത്തിൽ എനിക്ക് ഭക്തി ഉണ്ടാകണേ എന്നായിരിക്കണം. ഇപ്പം മേൽപ്പത്തൂരിന്റെ നാരായണീയം വായിച്ചാൽ ആദ്യത്തെ 3 ദശകങ്ങൾ ശരിക്കും പഠിച്ചാൽ തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ പിന്നെ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥം മനസ്സിലാക്കാൻ തന്നെ സാധിക്കും. 1-ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ ബ്രഹ്മസ്വരൂപത്തെ ആണ് സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം, അതിനെ ഉപമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ബ്രഹ്മശക്തി അവ്യക്ത സ്വരൂപത്തെയാണ് വർണ്ണിക്കുന്നത്. 1-ാമത്തെ ദശകത്തിൽ ശരിക്കും ബ്രഹ്മബോധം അല്ലെങ്കിൽ ആത്മബോധം, പരമാത്മാബോധത്തെ ഉണർത്തുന്ന രീതിയിലുള്ള വിശദീകരണമാണ് 1-ാമത്തെ ദശകത്തിൽ. 2-ാമത്തെ ദശകത്തിൽ എന്താണ് ധ്യാനിക്കേണ്ടത്? ഗുരുവായൂരപ്പന്റെ സ്വരൂപത്തെ അങ്ങനെ തന്നെ വർണ്ണിക്കുകയാണ് അല്ലേ. പിന്നത്തെ 3-ാമത്തെ ദശകത്തില് ഭക്തി പ്രാർത്ഥനയാണ്. യഥാർത്ഥത്തിൽ ഈ ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിലേക്ക് എത്താനുള്ള അനുഗ്രഹം എനിക്കുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കണം. അവിടെയൊക്കെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പൊതുവേ തന്നെ എത്രയൊക്കെ ഭക്തി ഉണ്ടെങ്കിലും ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫലേച്ഛയോടുകൂടി ആയിരിക്കും പ്രാർത്ഥിക്കുന്നത് അല്ലേ. പക്ഷെ ആ ഫലേച്ഛ എന്തു വേണ്ടിയിട്ടാ? ഞാൻ ഇന്നലെ പറഞ്ഞു, വ്യക്തോപാസന ആദ്യം ചെയ്യേണ്ടത് ശരീര സംരക്ഷണമാണ്. അപ്പം മേൽപ്പത്തൂരും ശരീരത്തിന്റെ ക്ലേശങ്ങളെ കൊണ്ട് യഥാർത്ഥത്തിൽ ക്ഷേത്ര ദർശനത്തിനോ ഇല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കാനോ ഏകാഗ്രമായ മനസ്സോടെ ഉറപ്പിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഈ ദേഹത്തിലെ ദുരിതങ്ങളെയൊക്കെ മാറ്റിത്തരണേന്ന ആദ്യത്തെ പ്രാർത്ഥന തന്നെ. അപ്പൊ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ യഥാർത്ഥ ഭക്തിയുടെ ഭാവം ഫലേച്ഛയില്ലാത്ത ഭക്തിയാണ്. അത് ശരീരത്തിനായിക്കോട്ടെ, സംസാര ബന്ധനത്തിലായിക്കോട്ടെ, ഏത് തരത്തിലായിക്കോട്ടെ, നമ്മൾ യഥാർത്ഥ ഭക്തി ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥന അവയുടെ ഫലമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ മനുഷ്യന്റെ പൊതുവെയുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ മേൽപ്പത്തൂര് തന്നെ പ്രകടമാക്കുന്നത് അതാണ്. യഥാർത്ഥത്തിൽ സാധാരണ, അതായത് ഭക്തിമാർഗത്തിലേക്ക് തന്നെ പുറപ്പെടുമ്പോൾ നമ്മുടെ ശരീരമാധ്യം കല് ധർമ്മസാധനം. ശരീരത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥ ഭക്തി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് വരില്ല. കാരണം മനസ്സ് ഡിസ്റ്റർബൻസ് ആവും, ശരീരം ഡിസ്റ്റർബഡ് ആണ്. അപ്പൊ ശരീരബോധത്തെ പോലും വിട്ടിട്ട് അങ്ങയെ പ്രാർത്ഥിക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് മേൽപ്പത്തൂര് കാഴ്ചവെക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു ഭക്തിഭാവത്തെ, അചഞ്ചലമായ ഭക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ശരീരം കൊണ്ട് യാതൊരുവിധ ക്ലേശങ്ങളും ഇല്ലാതിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വ്യക്തോപാസനയുടെ ശരീരക്ലേശങ്ങളെ ഇല്ലാതെയാക്കണം. അഷ്ടാംഗയോഗം അനുസരിച്ചാൽ മതി, നിങ്ങളുടെ ശരീരം പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. ഒരു രോഗങ്ങളും ഇല്ലാതെ, അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അതിക്രമിക്കാനുള്ള, തരണം ചെയ്യാനുള്ള ശക്തിയൊക്കെ നമ്മുടെ മനസ്സിനുണ്ടായിക്കോളും. മനസ്സാണ് എല്ലാത്തിനും പ്രശ്നം. അപ്പൊ അത് ക്രോഡീകരിക്കാതെ 11 ഇന്ദ്രിയങ്ങളെ ആദ്യം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പഠിക്കാതെ, അതാണ് ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഭക്തിയിൽ തന്നെ നമ്മൾ ജപതവാദികൾ ചെയ്യാനും അടിയുറച്ചുകൊണ്ട് ഭഗവാനെ ഉറപ്പിച്ച് ഉത്തമ യോഗിയാകണം എന്നുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ യാതൊരുവിധ ക്ലേശങ്ങളും ഇല്ലാതിരിക്കണം. ഏതെങ്കിലും തരത്തിൽ ഒരു ക്ലേശം നമ്മുടെ മനസ്സിൽ ഭൗതികമോ ആത്മീയവുമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജപിക്കാനിരിക്കുമ്പോൾ പോലും അതിൽ ശ്രദ്ധയുണ്ടാകില്ല എന്ന് ഉറപ്പിച്ചോളൂ. ഏതെങ്കിലും തരത്തിൽ ഇതിനെ ജപിക്കുന്നതിനിടയ്ക്ക് ഒരു ചിന്ത കടന്നു വന്നാൽ മതി, ഏത് വിഷയമായിക്കോട്ടെ, കടന്നു വന്നാൽ നമ്മുടെ ശ്രദ്ധ. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഏതെങ്കിലും വിധത്തെ ഒരു അശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്ന കർമ്മം പൂർത്തിയായിട്ട് ശ്രദ്ധയോടെ ചെയ്യാൻ സാധിക്കില്ല. ഇന്നലെ തന്നെ ഭക്തിയോഗം തുടങ്ങുമ്പോൾ ഞാൻ ആ പാരായണം തന്നെ ആ രാവിലെ മുതൽ ഒരു ചഞ്ചലാവസ്ഥ ഉണ്ടായിരുന്നു. ആ ചഞ്ചലാവസ്ഥയിൽ നിന്ന് ഭക്തിയോഗം പാരായണം ചെയ്തിട്ട് ഒരു 5-8 പ്രാവശ്യം
പാരായണം ചെയ്തിട്ടും അതിൽ ഏകാഗ്രത ഉണ്ടായില്ല എന്ന്. അപ്പം എത്ര പ്രാവശ്യം നമുക്ക് ഏതെങ്കിലും വിധത്തിൽ മനസ്സ് ചഞ്ചലമായിരിക്കുന്ന അവസ്ഥയിൽ ശ്രദ്ധയോടുകൂടി ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. എത്ര പഠിച്ച് കാണാപ്പാടം ഭക്തിയോഗമൊക്കെ എനിക്ക് കാണാപ്പാടാം, പക്ഷെ അത് ചെയ്യാൻ ആ സമയത്ത് ഇന്നലത്തെ ദിവസം ചഞ്ചലാവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ, അതായത് മുഴുവൻ പാരായണം ചെയ്തിട്ട് നോക്കുമ്പോൾ റെക്കോർഡ് കംപ്ലീറ്റ് അല്ല, റെക്കോർഡിക്കലായിട്ടില്ല, അതായത് അത് ഓൺ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് അത് സെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ അത് റെക്കോർഡായിട്ടില്ല. ഇങ്ങനെ നമ്മൾ നിത്യം ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും മനസ്സ് ഏതെങ്കിലും വിധത്തിൽ അല്പം ചഞ്ചലാവസ്ഥ ഉണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല അതിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നത്, മനസ്സിനെ എന്നിൽ പ്രവേശിപ്പിച്ച് സദാ എന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം. അതും അത്യന്ത ശ്രദ്ധയോടെ ആരാണോ എന്നെ ഉപാസിക്കുന്നത്. ഇത് നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്കുള്ളൂ. നമുക്ക് ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധ ഉണ്ടാകുമ്പോൾ മറ്റേ ദിവസം ഏതെങ്കിലും വിധത്തിൽ ചഞ്ചലാവസ്ഥ ഉണ്ടെങ്കിലോ വിഷമം ഉണ്ടെങ്കിലോ ഏകാഗ്രത ഇല്ലെങ്കിലോ ആ ശ്രദ്ധ ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഏത് കാര്യവും നമുക്ക് ആർജിക്കാനും സാധിക്കും. നമ്മൾ സഹസ്രനാമം കണ്ട പേടി ഉണ്ടായിരുന്ന ഞാൻ തന്നെ സഹസ്രനാമം പഠിച്ചത് വ്യാഖ്യാനിക്കാൻ വരെ പഠിച്ചു. എന്തുകൊണ്ടാണ്? ശ്രദ്ധയോടെ അത് ചെയ്തുകൊണ്ട്. ഇപ്പൊ ഗീത പുസ്തകം തന്നെ അല്ലെങ്കിൽ ഗീത തന്നെ തെറ്റുകൂടാതെ വായിക്കാൻ അറിയില്ലായിരുന്നു. കാരണം സംസ്കൃതം പഠിച്ചിട്ടില്ല, ഒരു ഗുരുവിന്റെ അടുത്തും പോയി പഠിച്ചിട്ടില്ല. പക്ഷെ തന്നെ അത് ചെയ്യാൻ തുടങ്ങി നിത്യയുക്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ ശ്രദ്ധ കൂടുതലുണ്ടായി എന്ന് മാത്രമല്ല, ഇന്ന് സംസ്കൃതം ലിപിയിലുള്ള ഗീതാശാസ്ത്രം 18 അധ്യായം ഞാൻ പാരായണം ചെയ്യും. സംസ്കൃതം ലിപി തന്നെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു എന്നാണ്. സംസ്കൃതം എടുത്തും ഔദ്യോഗികമായിട്ട് പഠിച്ചതല്ല, ഒരു ഗുരുവിന്റെ അടുത്തും പോയിട്ട് പഠിച്ചതല്ല. അപ്പൊ നമുക്ക് ശ്രദ്ധയുണ്ടെന്ന് വെച്ചാൽ ഏത് കാര്യവും ആർജിക്കാൻ സാധിക്കും. അതിനെല്ലാം അടിസ്ഥാനം എന്താ? ഭഗവാനിൽ അടിയുറച്ച ആ മനസ്സ്. അതുണ്ടെങ്കിൽ ഉത്തമ യോഗിയാകും. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് ഉത്തമ യോഗം എന്ന് പറയുന്നത്. അപ്രാപ്യസ്യ പ്രാപ്യതേ ഇത് യോഗം. അപ്പം ഉത്തമ യോഗി ആരാണെന്ന് ഭഗവാൻ പറഞ്ഞു. ധാരമുറിയാതെ ഒഴുകുന്ന എണ്ണ പോലെ ദീർഘകാലം ഉപാസ്യ വസ്തുവിനെ ഉപാസിക്കുന്നതാണ്, അഥവാ ആ വസ്തുവിനെ പറ്റി ചിന്തിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പം ഗുരുവായൂരപ്പന്റെ രൂപം തന്നെ ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വിശദീകരണം 2-ാമത്തെ ദശകം നാരായണത്തിൽ വായിച്ച് പഠിച്ചാൽ മതി. ഭഗവാന്റെ സ്വരൂപ വർണ്ണനയാണ്. സുന്ദരത്തേക്കാൾ സുന്ദരമായിട്ടുള്ളത്, മോഹനത്തേക്കാൾ മോഹനമായിട്ടുള്ളത്, ഭഗവാനെ കഴിഞ്ഞിട്ട് മറ്റൊന്നും ഈ ലോകത്തിൽ ഇല്ല. ആ ഒരു ഭാവന നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ആ രൂപത്തെ വെച്ചുകൊണ്ട് അതിൽ പറയുന്ന വർണ്ണന മനസ്സിൽ പതിച്ച് അത് ശ്രദ്ധയോടുകൂടി അത് മനസ്സിൽ ആ രൂപത്തെ കാണാൻ ശ്രമിക്കണം. ആദ്യം ഫോട്ടോ കണ്ടിട്ടാണെങ്കിലും ഭഗവാൻ ആ മൂർത്തിയെ വർണ്ണിക്കുന്നതൊക്കെ ശരിക്ക് കണ്ട് ഓരോ അംഗപ്രത്യങ്ങളും കണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിത, ഇല്ലെങ്കിൽ അലങ്കാരഭൂഷിതനായിരിക്കുന്ന ഗുരുവായൂരപ്പനെ കണ്ടു മനസ്സിലാക്കിയിട്ട് കണ്ണടച്ചിട്ട് ധാരമുറിയാതെ ഒഴുകുന്ന എണ്ണ പോലെ ആ രൂപത്തെ ധ്യാനിക്കാൻ സാധിച്ചാൽ അത് ഉത്തമ യോഗത്തിലേക്ക് എത്തും. അവിടെയാണ് മനസ്സിന്റെ ഏകാഗ്രത നമുക്ക് സാധിക്കുക എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഉത്തമ യോഗി ആരാണ് എന്ന് ഭഗവാൻ പറഞ്ഞത് ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ എത്താൻ ശ്രമിക്കണം. അതാണ് ഭക്തിയോഗം. അതാണ് ഭവേ യഥാഭക്തി. യഥാർത്ഥ ഭക്തിയോഗം ലഭിച്ചാൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്നർത്ഥം. അത് എത്തണം, അതായിരിക്കണം ഗീത പഠിക്കുന്നതിന്റെ പരമമായ ലക്ഷ്യം. ഈ ഭക്തിയോഗം യഥാർത്ഥത്തിൽ ഉണ്ടായാലേ നമുക്ക് യഥാർത്ഥ ജ്ഞാനം പ്രകാശിക്കും. ഈ പ്രത്യക്ഷ ഭക്തി കൊണ്ട്, ഈ പ്രകടന ഭക്തി കൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ പോകും, ഇന്നതൊക്കെ പാരായണം ചെയ്യും, തീർത്ഥാടനം എല്ലാ സ്ഥലത്തും പോകും, എല്ലാ മാസവും ഇന്ന സ്ഥലത്ത് ഗുരുവായൂർ പോയി തൊഴും, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഭാഗവതം മുഴുവൻ കാണാൻ പഠിക്കും, നാരായണീയം മുഴുവൻ പാരായണം ചെയ്യും, ദിവസവും അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ എന്ന് വരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നോ അന്ന് വരെ ഭഗവത് പ്രാപ്തി സാധ്യത. ഒരിടത്ത് ഇരുന്നുകൊണ്ട് ഭഗവാനെ അടിയുറച്ചു വിശ്വാസത്തോടു കൂടി ജപതപാദികൾ ചെയ്യുകയും പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനെ മനസ്സുറപ്പിച്ചുകൊണ്ട് ചെയ്യണം. ഇതാണ് ഭക്തിയോഗം. നിങ്ങൾ അടുക്കളയിൽ പോയി പ്രവർത്തിച്ചാലും വേണ്ടില്ല, പുറത്ത് ഏതെങ്കിലും കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും വേണ്ടില്ല, നമുക്ക് ഭഗവാനിൽ ഉറച്ച വിശ്വാസമുണ്ടോ അതിലൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ സാധിക്കുക. അതൊക്കെ സക്സസ് ആകുകയും ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. ഫലമൊന്നും ഇച്ഛിക്കണ്ട. യഥാർത്ഥ ഭക്തി ശ്രദ്ധ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിന്റെ ഏകാഗ്രത. മനസ്സ് ഈശ്വരൻ ഗുരുവായൂരപ്പന്റെ വിഭൂതിയാണ്. അത് നമുക്കുണ്ടല്ലോ. അത് വേണ്ടവണ്ണം ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. അത് തന്നെ ശ്രദ്ധാഭക്തിയാണ്.
മനസ്സിനെ വേണ്ടവണ്ണം നമ്മുടെ നിയന്ത്രണത്തിൽ ഉപയോഗിക്കാൻ പഠിച്ചാൽ അത് തന്നെ ശ്രദ്ധാഭക്തിയാണെന്നർത്ഥം. അവൻ ഉത്തമ യോഗിയാകും, യാതൊരു സംശയവുമില്ല. നമ്മൾ ചിന്തിക്കുന്നതായിക്കോട്ടെ, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ചിന്തിക്കരുത്. ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അത് നമുക്ക് പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ പറ്റുന്ന വിഷയങ്ങളായിരിക്കണം ചിന്തിക്കുന്നത്. അത് ചിന്തിക്കുന്നത് നമ്മൾ മറ്റാരുടെയെങ്കിലും അഭിപ്രായം സ്വരൂപം കൂട്ടണം എന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറയണം. അത് പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ ഗുണദോഷങ്ങൾ നമുക്ക് അറിയാൻ പാടില്ലാത്തത് പോലും നമുക്ക് കിട്ടും. ഗുണദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് ശരീരം കൊണ്ട്, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് അത് പെർഫെക്റ്റ് ആയിട്ട് ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കണം. അതിന്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്താൽ അതിൽ നിന്ന് യാതൊരുവിധ ദുഃഖങ്ങളും ഉണ്ടാവില്ല. അങ്ങനെയാണ് കർമ്മയോഗം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. ആ കർമ്മയോഗം ചെയ്യുന്നതോ ഒക്കെ ഈശ്വരാർപ്പിതമായിരിക്കണം. അവിടെ ആ കർമ്മയോഗം എന്തനുഷ്ഠിച്ചാലും വേണ്ടില്ല, ശരീരബോധത്തെ വിട്ടിട്ട് ശ്രദ്ധാഭക്തിയോടെ അത് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിങ്ങൾ സക്സസ് ആവും, യാതൊരു സംശയവുമില്ല. നമുക്ക് ശ്രദ്ധയുള്ള കാര്യത്തിന്റെ ശരീരത്തെ പോലും മറന്നിട്ട് നമ്മൾ ചെയ്യലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഉത്തമ യോഗിയാകുക എന്ന് തന്നെയാണ് മനുഷ്യനോട് പറയുന്നത്. ഉത്തമ മനുഷ്യനാകുക, ഉത്തമ ഭക്തനാകുക എന്ന് പറഞ്ഞാൽ അവൻ ഉത്തമ മനുഷ്യനാകുക എന്നർത്ഥം. ഈ താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും ഇല്ലാതായ അനായാസന ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഉത്തമ യോഗി അഥവാ ഉത്തമ ഭക്തൻ എന്ന് വേണേ പറയാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. നമുക്ക് ആ ശരീരത്തിന്റെ പെർഫെക്ഷൻ നിലനിർത്തണം. ഇനി അത് ഭഗവാൻ പറയുന്നുണ്ട്. ഏത്വക്ഷരം അനുദേശം അവ്യക്തം പരിഉപാസസേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം സംനിയമേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരഥാഹ. ഇപ്പൊ 2 ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് ഏത്വക്ഷരം അനുദേശം അവ്യക്തം പരിഉപാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം സംനിയമേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരഥാഹ. ഇന്ദ്രിയഗ്രാമം സംനിയമ്യ, ഇന്ദ്രിയ സമൂഹത്തെ വേണ്ട വിധം നിയന്ത്രിക്കണം. അതാണ് 11 ഇന്ദ്രിയ നിയന്ത്രണമാണ് ഇവിടെ 2 ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. സർവത്ര സമബുദ്ധയ, സകലത്തിനും സമഭാവന ഉണ്ടാകണം, പക്ഷപാതം പാടില്ല. പിന്നെ സർവഭൂത ഹിതേരഥ, സർവജീവികളുടെയും ഹിതത്തിൽ അഥവാ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കും. സർവജീവികളുടെയും ഹിതത്തിൽ, അതായത് മറ്റുള്ളവരുടെ ഹിതം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കണം എന്നർത്ഥം. അതിന് സമബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ സാധിക്കും. യാതൊരുവനാണോ ഇപ്രകാരം യാതൊരുവനാണോ അനിർദേശം നിർദ്ദേശിക്കാൻ പാടില്ലാത്തതും സർവത്ര ഗമ അചിന്യം, സർവത്ര അചിന്യം സർവത്ര വ്യാപിച്ചിരിക്കുന്നതും അചിന്യവും കൂടസ്ഥം അചലം എന്നാൽ പ്രപഞ്ചധാരവും ചലനമില്ലാത്തതും അഥവാ അചഞ്ചലമായതും ധ്രുവം അവ്യക്തം അക്ഷരം ച, ശാശ്വതവും അവ്യക്തവുമായ അക്ഷരത്തെ, അക്ഷരബ്രഹ്മത്തെ പരിയുപാസത ഉപാസിക്കുന്നത് തേം അഹം തേ മാം ഏവ പ്രാപ്നുവന്തി, അവർ എന്നെ പ്രാപിക്കുന്നു. അതായത് ഇന്ദ്രിയങ്ങളെയെല്ലാം നല്ലവണ്ണം അടക്കി സകലത്തിനെയും സമഭാവനയോടെ സർവജീവികളുടെയും നന്മയിൽ തൽപരരായി യാതൊരുവനാണോ നിർദ്ദേശിക്കപ്പെടാൻ കഴിയാത്തതും സർവത്ര വ്യാപിച്ചിരിക്കുന്നതും ചിന്താവിഷയമാകാത്തതും പ്രപഞ്ചധാരവും ചലനമില്ലാത്തതും ശാശ്വതവും ഇന്ദ്രിയ ഗോചരമല്ലാത്തതുമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത് അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു, 11 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് സമഭാവനയുടെ, അതായത് ഞാനും നിങ്ങളും എൻ്റെ നിന്റെ എന്നുള്ള ഭാവമൊക്കെ വേറെ മാറ്റാതെ, രണ്ടായിട്ട് കാണാതെ ഒന്നായിട്ട് കാണുന്ന അവസ്ഥയ്ക്കാണ് സമഭാവന എന്ന് പറയുന്നത്, അഥവാ സമദർശനം, ആത്മദർശനം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ ശക്തി തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്നത്. ആ സമഭാവന, സകല ജീവജാലങ്ങളിൽ ഇരിക്കുന്ന ശക്തി ഒന്നാണെന്നും അതുകൊണ്ട് എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിക്കപ്പെടാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രകൃതി വസ്തുക്കളും അതിൽ നിറച്ചിരിക്കുന്ന ശക്തികളും എല്ലാം 11 ഇന്ദ്രിയങ്ങൾ, ഈ 18 ശക്തികൾ നമ്മുടെയൊക്കെ ശരീരത്തിലുണ്ട്. അവിടെ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഏത് ജാതി മതത്തിൽപ്പെട്ടവരായാലും വേണ്ടില്ല, ഈ 11 ശക്തികൾ എല്ലാ മനുഷ്യരിലുമുണ്ട്.
പ്രത്യക്ഷമാണ്. ആ 11 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ തന്നെ സമഭാവന നമുക്ക് വരും. 5 ഇന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ചാൽ തന്നെ പിന്നെ സമഭാവന തന്നെ കൈവരും. അങ്ങനെ പിന്നെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് എന്ത് കർമ്മം ചെയ്താലും വേണ്ടില്ല, അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ അപരനും കൂടി സുഖത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ജീവിതയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ചിന്താവിഷയമാകാത്തവും പ്രപഞ്ചധാരവും അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ആ ശക്തിയെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തതായ ഒരു ബ്രഹ്മശക്തി അഥവാ ആ ബോധം, ഞാൻ ഉണ്ടെന്നുള്ള ബോധം തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബോധത്തെയാണ് ഉപാസിക്കേണ്ടത്. അവ്യക്ത സ്വരൂപത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി ഉപാസിക്കേണ്ടത് എന്നിവിടെ ഭഗവാൻ പറയുന്നു. അങ്ങനെ ചെയ്യുന്നവർ എന്നെ തന്നെ, ഭഗവാനെ തന്നെ പ്രാപിക്കുകയും ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ബ്രഹ്മനായി ഭവിക്കും. അതാണ് ആത്മസ്വരൂപത്തെ ഉപാസിക്കുന്നവൻ ആത്മാവിലേക്ക് തന്നെ, പരമാത്മാവിലേക്ക് തന്നെ ലയിക്കും എന്നാണ്. പക്ഷെ അതിനെന്താ കുഴപ്പം? അതാണ് ഇനി പറയുന്നത്. ആ അവ്യക്തോപാസന ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരം വരെ തടസ്സം നിൽക്കുന്നതാണ് പറയുന്നത്. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസ ചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവിർ അഭിരവ്യാപ്യതേ. അവ്യക്തത്തിൽ അഥവാ ബ്രഹ്മത്തിൽ ആസക്ത ചിത്തരായവർക്ക് ക്ലേശം വളരെ അധികമാണ്. എന്തെന്നാൽ ദേഹാഭിമാനികൾ ബ്രഹ്മോപാസന വിഷയമായ നിഷ്ഠ കഷ്ടപ്പാടു കൂടിയേ പ്രാപിക്കുകയുള്ളൂ. നിർഗുണ ബ്രഹ്മോപാസകർ ലക്ഷ്യപ്രാപ്തിക്ക് ദേഹാഭിമാനം നിശേഷം വെടിയേണ്ടി വരും. അതാകട്ടെ എളുപ്പമല്ല. ദേഹാഭിമാനത്തെ കളയേണ്ടി വരുമ്പോഴുള്ള ക്ലേശമാണ് അവർക്ക് മുഖ്യമായിട്ടുള്ളതെന്ന് ശങ്കരഭാഷ്യത്തിൽ പറയുന്നു. അതേ കാര്യം തന്നെയാണ് മൂന്നാമത്തെ ദശകത്തിൽ ഭക്തി പ്രാർത്ഥനയിൽ മേൽപ്പത്തൂര് നമ്മളെ കാണിച്ചു തരുന്നത്. കാരണം ഈ ദേഹാഭിമാനം ഉള്ളിടത്തോളം കാലം ദേഹത്തിന് സുഖമില്ലെങ്കിൽ നമുക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാകില്ല എന്നർത്ഥം. ഒരു വിഗ്രഹം വച്ചിട്ട് പൂജിക്കണമെങ്കിലും ജപതപാദികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ഏതെങ്കിലും വിധത്തിൽ ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ അത് സാധ്യമല്ല. അപ്പം അവ്യക്തോപാസന ഏറ്റവും ക്ലേശമാണെന്നർത്ഥം. വ്യക്തോപാസന കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് വ്യക്തമായിട്ട് എന്തെങ്കിലും കണ്ടോ പൂജ ചെയ്യോ ഇല്ലെങ്കിൽ ജപതപാദികൾ അതിൻ്റെ മുമ്പിൽ ഇരുന്നൊക്കെ ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു വ്യക്തമായ ഒരു എന്താ പറയണേ, നമുക്ക് പ്രൂഫ് സഹിതമാണ്. നമ്മൾ ആ ഈശ്വരനെ ഒരു വിഗ്രഹത്തിൽ ആരോപിച്ച്, യഥാർത്ഥത്തിൽ ഈശ്വരൻ അതല്ല എങ്കിലും നമ്മൾ നാമരൂപങ്ങളുടെ ഭാവത്തിലോ ഇല്ലെങ്കിൽ രൂപത്തിന്റെ രൂപത്തിലോ വിഗ്രഹാരാധന നടത്തുമ്പോൾ അതിൽ വ്യക്തതയുണ്ട്. നമ്മുടെ ശരീരത്തിന് അധികം ക്ലേശമുണ്ടാവില്ല. അതേസമയം അവ്യക്തമായിരിക്കുന്ന കണ്ണുകൾ അടച്ച് ശരീരത്തെ പോലും മറന്നിട്ട് ബ്രഹ്മത്തെ ഉപാസിക്കണമെങ്കിൽ അത് കുറച്ച് ക്ലേശ, കുറച്ചല്ല നല്ലോണം ക്ലേശം. അതായത് ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസ ചേതസാം അവ്യക്താതി ഗതിർ ദുഃഖം ദേഹവിർ അഭിരവ്യാപ്യത. അവ്യക്തോപാസന അവ്യക്തത്തിൽ ആസക്ത ചിത്തരായ തേസാം ക്ലേശക, അവരുടെ ക്ലേശം അധികതരഹ വളരെ അധികമാണ്. അത് അവ്യക്താഗതി. എന്തുകൊണ്ടെന്നാൽ അവ്യക്തത്തെ ഉപാസിക്കുന്ന മാർഗം ദേഹാഭിമാനികൾ കഷ്ടപ്പാട് കൂടിയേ പ്രാപിക്കുകയുള്ളൂ. അപ്പൊ ശരീരം സുഖാസനത്തിൽ ഇരുന്നുകൊണ്ട് ആസനജയം നേടിക്കൊണ്ട് ധ്യാനത്തിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ശരീരത്തിന് വരെ ക്ലേശം ഉണ്ടാക്കും. നമുക്ക് എന്ത് കാര്യത്തിനും ക്ലേശങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ സ്വിച്ചിട്ട കാര്യം നടക്കണം, അനായാസനം നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊക്കെ കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കാതെ സാധ്യമല്ല. അത് ദേഹമാണ്. ദേഹബോധം ഉള്ളിടത്തോളം കാലം നമുക്ക് അവ്യക്തോപാസന സാധ്യമല്ലെന്നാണ് അർത്ഥം. അപ്പൊ ദേഹബോധത്തെ വിടണം. അത് തന്നെയാണ് ഏറ്റവും വലിയ ക്ലേശം. അപ്പൊ ശരീരത്തിന് ഏതെങ്കിലും ഇപ്പൊ ജപിക്കാനിരിക്കുമ്പോഴായാലും ശരീരത്തിന് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജപതപാദികൾ ശ്രദ്ധ ഉണ്ടാവില്ല. ഇനി ഒരു ക്ഷേത്രദർശനം നടത്തുന്ന ഉദ്ദേശിച്ചുകൊണ്ട് തീർത്ഥാടനത്തിന് പോകണമെന്നൊക്കെ വിചാരിച്ചാലും അവിടെ മനസ്സുകൊണ്ട് വിചാരിക്കരുത്. ആ ശരീരത്തിന് ഏതെങ്കിലും വിധത്തിൽ ക്ലേശമുണ്ടെങ്കിൽ അതും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും. അഥവാ നമ്മുടെ മനസ്സുകൊണ്ട് പോകണം, എനിക്ക് പോയേ തീരൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചാലും ഈ വയസ്സായി ഇല്ലെങ്കിൽ ശരീരം കൊണ്ട് പറ്റാത്തവർ ഇതിനൊന്നും പുറപ്പെടണ്ടെന്ന് വീട്ടിലുള്ളവരും പറയും, അല്ലേ? അപ്പൊ ശരീരക്ലേശമാണ് മുഖ്യം. അതുകൊണ്ടാണ് ഞാൻ വ്യക്തോപാസന ഭക്തിയോഗം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, എന്താ വ്യക്തോപാസന എന്ന് പറഞ്ഞാൽ തന്നെ അവനൊരു ശരീരത്തെ യഥാവിധി സംരക്ഷിക്കണം.
അതിന് മറ്റാരെയും ആശ്രയം പ്രാപിക്കുകയോ ഇല്ലേ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അവനവന്റെ ശരീരം ഉപയോഗിക്കുന്നത് വരെ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും നമ്മുടെ പ്രായത്തിന്റെ ഗതി, ശരീരത്തിന്റെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാൽ എടുത്തു വെച്ചാൽ ആ കാൽ ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ടേ അടുത്ത കാലിൽ എടുത്തു വെക്കാവുള്ളൂ. ഇനി വീണിട്ട് ഈശ്വരനെ പഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ടൈൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ സോപ്പിന്റെ അംശമോ വെള്ളത്തിന്റെ അംശമോ ഒക്കെ കാലിലുണ്ടാവും. ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചില്ല വീണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഭഗവാനെ അയ്യോ എന്റെ വിധിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വന്ന് ഭവിച്ചതിന് ഭഗവാൻ എന്താ പറഞ്ഞേ? ഭഗവാൻ എന്താ ചെയ്യിച്ചേ? ഭഗവാനാണോ നമ്മളെ തട്ടി വീഴ്ചേ? നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കും. ഭഗവാൻ എന്നെ വീഴ്ച്ചു, എനിക്കിങ്ങനെ വരുത്തിയല്ലോ. വരുത്തിയതാരാ? നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട്. ശ്രദ്ധാഭക്തി എന്ന് പറഞ്ഞത് ഉറച്ച മനസ്സുറപ്പോടുകൂടി ചെയ്യണം എന്നർത്ഥം. അപ്പൊ ഏത് കാര്യവും കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി, ഇതൊക്കെ ഈ ഒരു ഗുണങ്ങള് ഉപയോഗിക്കണം എന്നർത്ഥം. അത് ഉപയോഗിക്കാൻ പോലും ശരീരക്ലേശം ഉണ്ടാകും. ആ ശരീരക്ലേശം വിചാരിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കും. ശരീരക്ലേശം കൊണ്ട് ക്ലേശമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ ആ സംഗതി നമുക്ക് പ്രാപ്യമാക്കില്ല, ഉറപ്പാ. അപ്പൊ ശരീരബോധത്തെ വിട്ടിട്ട് അവ്യക്തോപാസനയിലേക്ക് എത്തിയാൽ ശരീരത്തെ മറന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് താല്പര്യമുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ ശരീരത്തെ മറന്നുകൊണ്ട് നമ്മൾ കേൾക്കും, അത് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമല്ലോ. നമുക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരീരം പോലും മറന്നിട്ട് പ്രവർത്തിക്കും, ഇല്ലേ? രക്തത്തിന്റെ യുവത്വത്തിന്റെ ആ ശ്രേഷ്ഠത കൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരം പോലും മറന്നിട്ട് പണിയെടുത്ത കാലം ഉണ്ടാകും. കുറെ പ്രായമാകുമ്പോഴേ അതേപ്പറ്റി ചിന്തിക്കും. അതായത് നിസ്സാര കാര്യം നമ്മുടെ അഹങ്കാരം കൊണ്ട്, ഇല്ലേ നമ്മുടെ കേമത്വം കാണിക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഇന്ന് മുട്ടും മടങ്ങാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ശരീരം ജനിക്കുമ്പോൾ മുതൽ മരണം വരെ അതിനെ യഥാവിധി ഉപാസിച്ച്, ആദരിച്ച്, ബഹുമാനിച്ച്, ശുശ്രൂഷിച്ച്, പരിരക്ഷിച്ച്, കാത്തു സംരക്ഷിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ഒരു ആശുപത്രിയെയും, ഒരു ഡോക്ടറെയും, ഒരു വൈദ്യരെയും, ഒരു നേഴ്സിനെയും ആശ്രയം പ്രാപിക്കേണ്ടി വരില്ല. അവനവന്റെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അവനവന്റെ ശരീരം കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് തന്നെ സമഭാവന ഉണ്ടാക്കണം. നമുക്ക് എല്ലാവർക്കും ശരീരം കിട്ടിയിരിക്കുന്ന ഒരേപോലെയാണ്. അപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ ഒരാളെങ്കിലും ഈ ശരീരബോധത്തിലെ ശരീരത്തെ യഥാവിധി സംരക്ഷിച്ചാൽ അത് തന്നെ മറ്റുള്ളവർക്ക് പരോപകാരാർത്ഥമാണ്. അതായത് നമ്മുടെ ശരീരം കൊണ്ട് മറ്റൊരാൾക്ക് ക്ലേശം, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ അഷ്ടാംഗയോഗം നിത്യയുക്തമായിട്ട് ഉപാസിച്ചാൽ, അല്ലെങ്കിൽ അത് നിത്യയുക്തമായിട്ട് ചെയ്താൽ ആ ശരീര സംരക്ഷണം സാധ്യമാകും. അത് നിത്യമായിട്ട് ചെയ്യുന്നവർ ഈ പറയുന്ന ഈശ്വര പ്രണീധാനം, ധ്യാനം, സമാധി, പ്രാണായാമം, ഈ പറയുന്ന ഈശ്വരന്റെ ഉപാസനാ മാർഗങ്ങളെല്ലാം അഷ്ടാംഗയോഗത്തിലുണ്ട്. അവ്യക്ത സ്വരൂപത്തിലേക്ക് നമ്മൾ എത്താനുള്ള മാർഗം പോലും അഷ്ടാംഗയോഗത്തിലുണ്ടെന്നർത്ഥം. അപ്പൊ അഷ്ടാംഗയോഗം ശരിക്ക് നിത്യയുക്തമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്തിരുന്നതാണ്. അതിന്റെ ശ്രേഷ്ഠതയാണ് 125 വയസ്സ് വരെ ഉത്തമ മനുഷ്യന്റെ ഉദാഹരണമായിട്ട്, പ്രമാണമായിട്ട് നമുക്ക് ഇന്നും അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ലോക ഗുരുവായിട്ട് അറിയപ്പെടുന്നത് ഭഗവാൻ. അപ്പൊ ഭഗവാനെ അത്ര പോലും ബാക്കി ഒരു അവതാരത്തിൽ ഇത്ര ശ്രേഷ്ഠമായിട്ട് പറയുന്നില്ല എന്നാണ്. ഭഗവാൻ അത് ചെയ്തിരുന്നു. അഷ്ടാംഗയോഗം അനുസരിച്ച് കൊണ്ട് ജീവിച്ചിരുന്ന ആൾക്ക് മാത്രമേ അതേപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കൂ, യാതൊരു സംശയവുമില്ല. അപ്പൊ ശരീരത്തിന്റെ ക്ലേശത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഷ്ടാംഗയോഗം നിത്യമായിട്ട് ചെയ്ത് അത് ശ്രേഷ്ഠത ശരീരത്തിൽ വരുത്തിയാൽ ഈ പറയുന്ന ക്ലേശങ്ങൾ അവ്യക്തോപാസനയിലൂടെ മാത്രമേ ഈശ്വരപ്രാപ്തി സാധ്യമാകൂ. അതിന് ശരീരത്തിന് വരെ ക്ലേശമുണ്ടാകും. കാരണം ആ ശരീരം വരെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ക്ലേശം. അപ്പൊ അതുകൊണ്ട് ആ ക്ലേശം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണം തയ്യാറാക്കി എടുക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അത് ഭക്തിയോഗത്തിൽ ആദ്യം അനുഷ്ഠിക്കേണ്ട കാര്യമാണ്. അതിന് മറ്റാരെയും ആശ്രയം പ്രാപിക്കേണ്ട ആവശ്യമില്ല. രാവിലെ എഴുന്നേറ്റാൽ ശരീരശുദ്ധി വരുത്തുക, ഈശ്വര നിയമങ്ങൾ എന്തൊക്കെയാണെന്ന്, യമനിയമങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനവന്റെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുക. സ്വഭാവ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ ചലനങ്ങളിലും കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി, ഇതിൽ കൃത്യനിഷ്ഠയും ഭക്തിയും, കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടായാൽ പിന്നെ ബാക്കി 3 ഗുണങ്ങളും ആ വ്യക്തിയെ കൊളുത്തിപ്പിടിച്ചോളും. അവൻ ഉത്തമ യോഗിയായിട്ട് മാറും, യാതൊരു സംശയവുമില്ല.
രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് തിരിച്ച് ഉറങ്ങുന്നത് വരെയുള്ള കർമ്മങ്ങളെ കൃത്യനിഷ്ഠമായിട്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ ചലനങ്ങളും കൃത്യനിഷ്ഠ ഉള്ളതായിരിക്കണം. അതിൽ നിർബന്ധം പിടിക്കണം, അതിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. അത് തന്നെ ഭക്തിഭാവമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വര ഭജനം മാത്രമാണ് ഭക്തി എന്ന് ധരിക്കണ്ട. ഇൻവോൾവ്മെന്റ്, അതിനോട് അറ്റാച്ച്മെന്റ്, ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണ ശ്രദ്ധയുണ്ടാവുക, അതാണ് യഥാർത്ഥത്തിൽ ഭക്തിയോഗം. അപ്പൊ കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ ഭക്തിയും ശ്രദ്ധയും, ആ ഭക്തിയോഗം അനുഷ്ഠിക്കുന്നതിൽ കൃത്യനിഷ്ഠ, ഇത് രണ്ടും ഉണ്ടായാൽ പിന്നെ അവന്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തി, വിവേചന ശക്തി സ്വയം വർദ്ധിക്കും. പിന്നെ ദൃഢനിശ്ചയം ചെയ്യും. അചഞ്ചലമായ കാര്യങ്ങൾ തീരുമാനിച്ച് അത് ത്യാഗമനസ്സോടെ നടപ്പാക്കാനുള്ള കപ്പാസിറ്റിയും സ്വയം ഉണ്ടാകും. ഈ ഒരവസ്ഥയിലേക്ക് എത്തിയാൽ ശരീരക്ലേശങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അപ്പൊ ഞാനിത് സാധിച്ചിട്ടാ എൻ്റെ എല്ലാ കാര്യത്തിലും 18 വർഷമായിട്ട് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്സ്, ഇത് എൻ്റെ ഇൻസ്പിറേഷൻ, ഈ അനായാസനെ ജീവിക്കാനുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രേരണ എന്ന് പറയുന്നത് ഈ 5 ഗുണങ്ങളാണ്. ഇത് 18 വർഷമായിട്ട് പാലിക്കാൻ തുടങ്ങിയതിന് ശേഷം ശരീരത്തെ പോലും രോഗമുക്തി ഉണ്ടാക്കി. ശരീരത്തിന് യാതൊരു വിധ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ഭക്തി തന്നെ ഉപയോഗിക്കാൻ സാധിക്കൂ. ഏത് കർമ്മവും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ ശ്രദ്ധാഭക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ശരീരത്തിന് യാതൊരു വിധ ഡിസ്റ്റർബൻസും ഉണ്ടാകാൻ പാടില്ല. അത് മനസ്സിനെ ബാധിച്ചാൽ, ശരീരം പെർഫെക്റ്റ് ആണെങ്കിൽ പോലും, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ശരീരം പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, യാതൊരു സംശയവും. പക്ഷെ എന്നിട്ട് പോലും ഇന്നലത്തെ ഒരു ദിവസം മനസ്സ് കുറച്ച് ചഞ്ചലമായിരുന്നത് കൊണ്ട് ആ ഒരു കാര്യം ദിവസവും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പോലും അന്നത്തെ ദിവസം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം മനസ്സ് അസ്വസ്ഥമായിട്ടുണ്ടാകും. അപ്പൊ മനസ്സിന് ഏതെങ്കിലും വ്യക്തി ക്ലേശം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ദിവസം നമുക്ക് അങ്ങനെയാണല്ലോ. ചില ദിവസം എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഉത്സാഹമായിരിക്കും, അന്ന് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും, ഏത് കാര്യം ചെയ്താലും പെർഫെക്ഷൻ വരും. ചില ദിവസം എഴുന്നേറ്റ് വന്നാൽ എന്തോ ഒരു ചഞ്ചലാവസ്ഥ. എന്താണോ അത്, വിഷമത്തിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അത് സംഭവിക്കുമ്പോഴേ അത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ ഗതിവിഗതികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് എന്തോ ശരിയാവണില്ല, രാവിലെ തൊട്ടത് അതിന്റെ ലക്ഷണമൊക്കെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് മനസ്സിലാവും. അന്നത്തെ ദിവസം നിവൃത്തിയുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പോകാതിരിക്കുക. അപ്പൊ ഇന്നലെ ഇത് പല പ്രാവശ്യം ചെയ്തിട്ടും പുനരാവർത്തിച്ചിട്ടും അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മിസ്സസ് തന്നെ എന്നോട് പറഞ്ഞു, എന്നാൽ കുറെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യും, ഈ തുടർച്ചയായിട്ട് ചെയ്തതിലാണല്ലോ ഡിസ്റ്റർബൻസ്. അപ്പൊ മനസ്സ് ഏതെങ്കിലും ശരീരത്തിന് ക്ലേശം ഇല്ലെങ്കിൽ തന്നെ മനസ്സ് ഏകാഗ്രമല്ലെങ്കിൽ ഈ പറയുന്ന ഉറച്ച ഭക്തി ഉണ്ടാവില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്, ക്ലേശങ്ങൾ 2 വിധത്തിലാണ്. ആധ്യാത്മിക ദുഃഖം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ശരീരത്തിനോ മനസ്സിനോ ബാധിക്കുന്ന അസ്വസ്ഥതകളെ കൊണ്ടുണ്ടാകുന്ന ദുഃഖം. അത് ട്രേസ് ഔട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. രോഗങ്ങളാകാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൂർവ്വജന്മാർജിതമായിട്ടോ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടോ അതിൽ നിന്ന് ഡിസ്റ്റർബൻസ്, അസ്വസ്ഥത നമുക്ക് ഉണ്ടാകാം. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ ദിവസവും എഴുന്നേറ്റ് വരുമ്പോഴേ പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ അറിയാം. നാം വളരെ ശ്രദ്ധയോടെ പറയുന്നതും ചില ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ചില ദിവസം വ്യാഖ്യാനിക്കുന്നതും ഇല്ല, ചില ദിവസം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും, എന്തോ മനസ്സ് എൻ്റെ അസ്വസ്ഥതമാണെന്നോ ഇല്ലെങ്കിൽ എന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെന്നോ ഒക്കെ കേൾക്കുന്നവർക്ക്, ഇല്ലെങ്കിൽ ശരീരത്തിന് തന്നെ എന്തെങ്കിലും ക്ലേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ച് കേട്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. എൻ്റെ സ്വരം അടഞ്ഞിരിക്കുകയോ ഇല്ലെങ്കിൽ ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടായാൽ അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമാണെന്നർത്ഥം, എനിക്കെന്നല്ല, എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ഈ തരത്തിലുള്ള ക്ലേശങ്ങൾ പല വിധത്തിലാണെന്ന് ഭഗവാൻ പറഞ്ഞേ. അതാണ് ക്ലേശവും അധികതരസ്തേഷാം അവ്യക്താസ ചേതസാം അവ്യക്താഹി എതിർ ദുഃഖം ദേഹവിർ അഭിരവ്യാപ്യതേ. ഈ ശരീരം കൊണ്ടാണ് ഇതൊക്കെ സാധിക്കേണ്ടത് എന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക. ഈ ശരീരത്തിന് അവ്യക്തോപാസനയ്ക്ക് പുറപ്പെടുമ്പോൾ ശരീരത്തിന് വരെ പലവിധ ക്ലേശങ്ങൾ ഉണ്ടാകും. ആ ശരീരത്തിന്റെ ക്ലേശങ്ങളെ കൂടി അതിജീവിക്കണം എന്നാണ് പറഞ്ഞതിന്റെ സാരം.
അതുകൊണ്ട് ഈ ക്ലേശങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥ ഭക്തിയോഗം. ആദ്യം തന്നെ നമ്മൾ ശരീരത്തെ പെർഫെക്റ്റ് ആക്കി എടുക്കണം. അത് വ്യക്തമായിട്ട് ഉപാസിക്കണം. വ്യക്തിപരമായിട്ട് ഗീതാശാസ്ത്രത്തെ അനുസരിക്കേണ്ടത് വ്യക്തിപരമായിട്ടാണ്. അത് ആത്യന്തികമായിട്ട് മനസ്സിലാക്കണം. നമ്മളത് ഉപയോഗിച്ചാൽ നമ്മളിൽ അതിൽ ക്ലേശങ്ങൾ ഒഴിവായി ദുഃഖശമനം വന്നാൽ മാത്രമേ മറ്റൊരാൾക്ക് നമുക്ക് ഗീതാശാസ്ത്രത്തിന്റെ പെർഫെക്ഷൻ എന്താണെന്ന് നമുക്കത് ഉപയോഗിച്ചാലുള്ള ഗുണത്തെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളത് അനുഭവിച്ചറിയണ്ടേ. അല്ലാതെ വെറുതെ ശ്ലോകം വ്യാഖ്യാനിച്ച് അത് ഘോരഘോരം പ്രസംഗിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഗീതാശാസ്ത്രത്തെ അനുസരിച്ച് അതിന്റെ പെർഫെക്ഷൻ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇതെങ്ങനെ സാധിക്കാന്ന് പലർക്കും തോന്നും. സാധിക്കാനാണ് ഭഗവാൻ പറഞ്ഞേക്കണത്. സാധിക്കാത്തവർ യഥാർത്ഥ മാർഗത്തിൽ എത്തില്ല. അതുകൊണ്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് പറയുമ്പോൾ ഭഗവാൻ 2-3 മാർഗങ്ങൾ ഇത് ക്ലേശങ്ങളെ ഒഴിവാക്കാൻ, ഇല്ലെങ്കിൽ യഥാർത്ഥ ഭക്തിയോഗത്തിലേക്ക് വരാനുള്ള മാർഗദർശനം നൽകുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇന്നത്തുകൊണ്ട് തന്നെ ക്ലേശങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്, താപത്രയങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്തണം. അത് ആണ് ആദ്യത്തെ. അത് ചെയ്യാൻ പുറപ്പെടുത്താൽ ഈ ശരീരത്തിൽ വരെ ക്ലേശങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. രാവിലെ നേരത്തെ എഴുന്നേക്കണമെങ്കിൽ തന്നെ ക്ലേശമുള്ള ശരീരം കിടക്ക വിട്ട് എഴുന്നേറ്റ് വരണ്ടേ, പിന്നെ കുളിക്കണം, പല്ല് തേക്കണം, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വരെ ക്ലേശം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഉപേക്ഷിച്ചാൽ അതൊന്നും സമയത്ത് നടക്കില്ല. വേണ്ടവണ്ണം അതിനൊന്നും പിന്നെ എല്ലാ കാര്യത്തിനും താമസമായിട്ട് വരും. അതുകൊണ്ട് ആദ്യം കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, എന്ത് ക്ലേശം സഹിച്ചാലും വേണ്ടില്ല ഈ 5 ഗുണങ്ങളെ നിത്യയുക്തമായിട്ട് ഫോളോ ചെയ്യാൻ പഠിക്കുക. അതാണ് ആദ്യത്തെ സ്വഭാവശുദ്ധി. ഇത് ശരീരം കൊണ്ട് തന്നെ ചെയ്യേണ്ട ഒരു തപസ്സാണെന്ന് മനസ്സിലാക്കുക. ഇത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം അയേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ സുഗുണസ്ത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.